عليكم ورحمة الله وبركاته. قال رسول الله صلى الله عليه وسلم من أكل طيبا وعمل في سنة وآمن الناس بوائقه دخل الجنة. അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും പരിശുദ്ധമായതിനെ മാത്രം ഭക്ഷിക്കുകയും സുന്നത്തനുസരിച്ച് ജീവിക്കുകയും അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും ജനങ്ങൾ നിർഭയരാകുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഒന്നാമത്തേത്, പരിശുദ്ധമായത് മാത്രം ഭക്ഷിക്കുക. പരിശുദ്ധമായത് മാത്രം ഭക്ഷിക്കുക എന്നതിൻ്റെ ഉദ്ദേശം ഭക്ഷണപാനീയങ്ങൾ അനുവദനീയമായതും കളവ്, വഞ്ചന മുതലായവ നിഷിദ്ധ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതുമല്ലാതായിരിക്കുക. 2, സുന്നത്തനുസരിച്ച് അമൽ ചെയ്യുക. അവൻ്റെ ഭക്ഷണപാനീയവും ഉറക്കവും എല്ലാ പ്രവൃത്തികളും സുന്നത്തനുസരിച്ചായിരിക്കണം. 3, അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും ജനങ്ങൾ നിർഭയരായിരിക്കുക. അതായത് അവൻ കാരണം ജനങ്ങൾക്ക് ഒരു നിലയിലുള്ള ഉപദ്രവം ഉണ്ടാകാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عن عبد الله بن مسعود رضي الله عنه إياكم والكذب فإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار وما يزال القدر يكسب ويتحرى الكذب حتى يكتب عند الله كذابا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക. കളവ് തമ്മാടിത്തരത്തിലേക്ക് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണ്. തമ്മാടിത്തരമാകട്ടെ അവനെ നരകത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ പെരുങ്കള്ളൻ എന്ന് എഴുതിപ്പെടുന്നത് വരെ അവൻ കളവ് പറയുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. കളവ് പറയുന്നവൻ അന്ത്യദിനത്തേക്ക് നിന്ദനാകുന്നതാണ്. അല്ലാഹു പറയുന്നു, അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കളവ് പറയുന്ന ശിക്ഷയെപ്പറ്റി സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് വിവരിച്ചു. ഒരാൾ കിടക്കുകയായിരുന്നു. അയാളുടെ അരികിൽ നിന്നും ഒരാൾ ഒരു ഇരുമ്പ് കത്രികയും കൊണ്ട് കണ്ണും മൂക്കും വായു വരെ മുറിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാണ്? ഇതെന്തിനാണ് ഇയാളോട് ഈ ക്രൂരത ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഇയാൾ കള്ളം പറയുന്നവനായിരുന്നു, അതിനാലാണ് ഈ ശിക്ഷ കൊടുത്തിരുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാക്കും വദ്ദൈൻ ഫഇന്നഹു അമ്മും ബില്ലൈൽ വമദല്ലത്തും ബിന്നഹാർ. അർത്ഥം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, കടത്തിൽ നിന്നും സൂക്ഷിക്കുക, കാരണം അത് രാത്രിയുടെ വിഷമവും പകലിലെ നിന്യതയുമാണ്. അനാവശ്യമായി കടം വാങ്ങുന്നത് വളരെ മോശമായ ശീലമാണ്. അതിൽ നിന്നും നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കടം വാങ്ങിയവൻ്റെ നന്മകൾ കടം കൊടുത്തവന് കടത്തിന് പകരമായി നൽകപ്പെടുന്നു. കടം മടക്കി നൽകാൻ ഉദ്ദേശമില്ലാതെ കടം വാങ്ങുന്നവനെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കള്ളൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.